ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ സെറ്റ് സാരിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഷോ ഓഫ് ഇറക്കുന്നതെന്ന്. അപ്പോൾ ഒന്നല്ല ഗായ്സ്, ഇപ്പോൾ വിഷുക്കല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ, വീഡിയോയ്ക്ക് കടക്കാട്ടെ നമുക്ക്. അപ്പോൾ പതിവ് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ വിഷുക്കല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ അതിന് സെറ്റ് സാരിയൊക്കെ ചുറ്റിയിട്ട് നമുക്ക് കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, രണ്ട് ഭാഗത്ത് മുടി രണ്ട് സൈഡിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഇത് കണ്ടിട്ട് നിങ്ങൾ എടുത്തോട്ടത്. ഒരുപാട് പേർക്ക് കെട്ടാൻ അറിയുന്നുണ്ടാവും, എനിക്കറിയുന്ന പോലെ ഞാൻ കെട്ടുന്ന കേട്ടോ. അപ്പോൾ ഇത് പലരും ഞാൻ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ പെർഫെക്റ്റായിട്ട് കെട്ടാൻ പറ്റില്ല. ഒരു സൈഡ് മാത്രമേ എനിക്കിത് പെർഫെക്റ്റായിട്ട് കെട്ടാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് അധികം കെട്ടാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിലുള്ള ഞാൻ നല്ലപോലെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡ് നിങ്ങൾ ഇതുപോലെ എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ചന്ദനക്കാവ് പോകുന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കി നോക്കൂട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടാൽ അറിയാം, ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടിക്കളച്ചിട്ടുണ്ട്. അപ്പോൾ അധികം രസമില്ല. അന്നത്തെ ആ ഹെയർ സ്റ്റൈലിൽ എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഏകദേശം ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ ഒരു സ്ലൈഡ് വെച്ചിട്ട് തന്നെ കുത്തി കൊടുക്കുക. ബാക്കിൽ കുറച്ചൊക്കെ പൊന്തിയിട്ടുണ്ട്, ഒക്കെ ഞാൻ സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ എനിക്കിത് വേറൊരാൾക്കും കെട്ടിക്കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മാത്രം സ്വയമായിട്ട് ഇങ്ങനെ കിട്ടാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പലതും പല സൈഡിലേക്കാണ് പോകുന്നത്. എനിക്കെന്നെ അറിയില്ല ഇത് എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് രണ്ട് സൈഡും കറക്റ്റായിട്ട് കെട്ടാൻ അറിയുന്നവരൊന്ന് കമൻറ്റ് ഇട്. അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് മാത്രം ഇന്നെപ്പോലെ കെട്ടാൻ അറിയുന്നവർ കമൻറ്റ് ഇട് കേട്ടോ. എനിക്കും അറിയണമല്ലോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന്. പക്ഷെ എനിക്ക് ഈ ഒരു സൈഡ് മാത്രം നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ. അപ്പം കുറച്ച് ബേബി ഹെയർസൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ നിങ്ങളെ കാണാൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വിഷുവിന് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത്യാവശ്യം വലിയ കമ്മൽ ഇടുകയാണെങ്കിൽ അതിന് കൂടുതൽ ഭംഗി കൊടുക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു ഹെയർ സ്റ്റൈലിനൊപ്പം ഈ ഒരു മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഓണത്തിനായാലും വിഷുവിനായാലും ട്രഡീഷണലായിട്ട് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ കമൻറ്റ് കാര്യങ്ങളൊന്നും ഇടാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ഇടണേ. കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ്, ആ ഒരു ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് ആ മുടി കെട്ടഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് റൗണ്ടായിട്ട് ഈ വട വെച്ചിട്ട് കെട്ടില്ല, അതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുല്ലപ്പൂ ഇങ്ങനെ റൗണ്ടിന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി. ഇനി ഇത് പ്രോപ്പറായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി എടുത്ത് ഈ ഫ്രണ്ടിലത്തെ രണ്ട് സൈഡിലത്തെ മുടി മാത്രമായിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും കുത്തി മുല്ലപ്പൂവും വെച്ച് കൊടുത്ത് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നാലാമത്തെ ഹെയർ സ്റ്റൈലിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ കെട്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിന് കെട്ടി തീർക്കാൻ അറിയാം ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ടിലെ മുടി എടുത്തിട്ട് എല്ലാം തന്നെ ബാക്കിലോട്ടിട്ട് ക്ലിപ്പ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. മുല്ലപ്പൂ വെച്ചാൽ ഒന്നും കൂടിയും ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ പറയും എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഗൈസ്, അടുത്ത് ഞാനപ്പോൾ കെട്ടാൻ പോകുന്നത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കുറച്ചും ഹെയർ എടുത്തിട്ട് ഇങ്ങനെ മുടങ്ങിയിട്ട് അത് ബാക്കിലോട്ട് എടുത്തിട്ട് ക്ലിപ്പ് കുത്താം. ഈ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ പോലും എനിക്കറിയുന്നത് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്നതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു.
അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറിൽ എന്താണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നേരത്തെ മുടഞ്ഞത് മാറ്റിയിട്ട് ഇങ്ങനെ പിരിച്ചിട്ടിട്ട് സ്ലൈഡ് കുത്തി വയ്ക്കുക. രണ്ട് സൈഡിലും ഈക്വലി ഇങ്ങനെ തന്നെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ ട്രഡീഷണൽ മാത്രമല്ല, നിങ്ങൾക്ക് മോഡേൺ ഡ്രസ്സിനും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അവസാനത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തിരുന്ന കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.